മഴ മഴ വരുമ്പോൾ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ തോന്നാറുണ്ടോ? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പേടിച്ചൊരു മഴയനുഭവം. സംഭവം നടക്കുന്നത് എന്റെ സ്കൂളിൽ വെച്ചാണ്. ഞാൻ അന്ന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 3 മണി വരെ മഴക്കാറ് പോലും ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോ പിന്നെ മേഘം ഇരുണ്ട് മൂടി വരാൻ തുടങ്ങി. ഇവിടെ നിൽക്കോ ഇടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മഴ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആകെ കൂക്കും ബഹളവും അലമ്പുമാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, മഴയുടെ ശബ്ദം കാരണം ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ജസ്റ്റ് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കളിച്ചോണ്ടിരിക്കാൻ കേട്ടോ. പെട്ടെന്നാണ് ടീച്ചർ ചോദിക്കുന്നത്, എല്ലാരും കൊട കൊണ്ടുവന്നിട്ടില്ലേ? എല്ലാരും ഒരേ സ്വരത്ത് പറഞ്ഞു അതേ മിസ് എന്ന്. പക്ഷേ ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ആ സൗണ്ട് കേട്ടത്. അതായത് ഭയങ്കര ഒരു ഇടിയുടെ ശബ്ദം. ആകെ എല്ലാവരും പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തിനു പറയണം, ടീച്ചർ പോലും പേടിച്ച് നിൽക്കുക. അപ്പോഴാണ് മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ്. കൊടയില്ലാത്തവരെ വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നതല്ല, കാരണം ശക്തമായ ഇടിയും മഴയാണ്. ഞാൻ ആ സ്പോട്ടിൽ ബാഗിൽ കൊടയുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ മദ്രസയിലേക്ക് എടുത്ത കൊട ബാഗിലോട്ട് തിരിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ സ്കൂൾ വിട്ടപ്പോ ഞാൻ ആകെ പേടിയിലാണ് കേട്ടോ. കൊടയുള്ളവരെ മാത്രം കടത്തിവിടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചെയ്ത പണി എന്താണെന്ന് അറിയോ? ആരും അറിയാതെ വേറൊരു വഴിയിലൂടെ പുറത്തോട്ട് ഇറങ്ങി. എന്നിട്ട് കൊടയില്ലാതെ നനഞ്ഞ റോഡിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങാടിയിലൂടെ പോയി കഴിഞ്ഞാൽ ആളുകൾ കാണുന്നുള്ള പേടി കൊണ്ട് കുറുക്ക് വഴി എടുത്തു പോയി. മഴയുടെ ശക്തി കൊണ്ട് ശരിക്കും കണ്ണു പോലും കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ എന്താ ഗൈസ്, കുറുക്ക് വഴി എടുത്ത് വഴി തെറ്റിപ്പോയി. ആരും ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് പെട്ടുട്ടോ. എന്റെ നാടാണെങ്കിലും എനിക്ക് അറിയാത്തൊരു സ്ഥലം, ഒരു വിജനമായ സ്ഥലം. ആകെ പട തണുത്ത് വിറച്ച് പേടിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഒരു മനുഷ്യക്കുട്ടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവസാനം എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടുന്നു കരുതിയിട്ട് ഒരു വഴിയിലൂടെ അങ്ങ് ഓടി. അങ്ങനെ ഓടി ഓടി ഒരു പരിചയമുള്ള വീടിന്റെ അടുത്ത് എത്തി. പിന്നെ അവിടുന്ന് വീട്ടിലോട്ടുള്ള വഴി അറിയാവുന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ഇന്നും ആ അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എന്റെ അനുഭവം മുഴുവനായിട്ട് ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ വരച്ച ചിത്രവും എന്റെ അനുഭവം തമ്മിൽ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. നിറം നൽകിയപ്പോൾ അതെന്റെ അനുഭവം തന്നെ.